this is the most expensive movie theater. ഇതിനുള്ളിൽ ഒരു പ്രൈവറ്റ് റെസ്റ്റോറന്റ് ഉണ്ട്, നല്ല ലക്ഷറി ലോഞ്ചും എക്സ്പെൻസീവ് ഫുഡും ഉണ്ട്. ഈ തിയേറ്ററിലെ സീറ്റും അതിലെ ഫീച്ചേഴ്സും എല്ലാം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെ കിളി മാറും. പക്ഷെ wait a minute, let's start from here. This is the most cheapest theater in Kerala. ഇവിടെ ഒരു ടിക്കറ്റിന് ആകെ 50 ഉറുപ്പേ ഉള്ളൂ. ഞാൻ ഒറ്റക്ക് സിനിമ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ 70 ഉറുപ്പ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാട്ടോ ടിക്കറ്റ് എടുക്കണേ, പോയി എടുക്കട്ടെ. ഓൺലൈൻ ബുക്കിംഗ് സംഭവമൊന്നുമില്ല, പോയിട്ട് തന്നെ എടുക്കണം. ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പോൾ 50 ഉറുപ്പ്യക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ടിക്കറ്റ് മുറിച്ച് ഈ ഒരു തിയേറ്ററിനുള്ളിൽ കയറിയപ്പം 90s പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു തിയേറ്റർ കാണുന്നത്. അവിടുത്തെ കസാരയെല്ലാം വുഡൻ ചെയർസ് ആണ്, വിത്തൗട്ട് എനി കുഷൻ. നിലത്തൊന്നും ടൈൽസ് ഇല്ല, ഇറ്റ് വാസ് ജസ്റ്റ് സിമെന്റ്. AC ഇല്ല, ആകെയുള്ളത് ഫാൻ ആണ്. അതും എല്ലാം ഒന്നും കറങ്ങുന്നില്ല, ആകെ 3-4-5 മാത്രമേ കറങ്ങുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ പാക്കേജിൽ വരുന്നത്. ഇവിടെ AC ഒന്നും ഇല്ല, ഫാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ഇതിന് കസാലയിൽ കുഷനൊന്നും ഇല്ല, മരത്തിന്റെ കസാല. എല്ലാരും എന്നെ നോക്കുന്നത് ഞാൻ ജീവനെ പോലെ. 50 ഉറുപ്പ്യക്ക് ഇതല്ലേ കിട്ടുള്ളൂ എനിക്കറിയാം. പക്ഷെ ഈ ഒരു ചീപ്പസ്റ്റ് മൂവി തിയേറ്ററിൽ എല്ലാം മോശമൊന്നുമല്ല, ചില നല്ല കാര്യമെല്ലാം ഉണ്ട്. ഇവിടുത്തെ സ്ക്രീൻ ഒരു 1.5 സൈസ് സ്ക്രീനാണ്. പക്ഷെ ഇതിനെക്കാട്ടിയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. ചീപ്പസ്റ്റ് മൂവി തിയേറ്റർ ആയതുകൊണ്ടുള്ള വേറെ ഉപയോഗം എന്താ പറയാ, ഇതാ നമുക്ക് പുറത്തുനിന്ന് എന്തുവാണെങ്കിൽ കൊണ്ടുവരും, ഒരു മൈൻഡ് പോലെ ആക്കൂല. ചിപ്സ് എങ്കിൽ ചിപ്സ്, ബിരിയാണിക്ക് ബിരിയാണി, എന്തെങ്കിലും കൊണ്ടുവരാ, ഇവിടെ നിന്ന് തിന്നാ, സിനിമ എൻജോയ് ചെയ്യാം. മാളിൽ കിട്ടും ഇത് ഇല്ല. കിഴങ്ങുമരത്തിൽ നിന്ന് സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് അതിലൊരാൾ സിഗരറ്റ് വലിക്കുന്ന സീന് വന്ന് അയാൾ വലിച്ച സിഗരറ്റിന്റെ പുക പക്ഷെ എന്റെ മുന്നിൽ കൂട്ടിയാണ് പോയത്. നല്ല സിഗരറ്റിന്റെ മണവും. ഞാൻ വെച്ച 50 ഉറുപ്പ്യക്ക് 70 എക്സ്പീരിയൻസ് തോന്നി. പിന്നെയാണ് മനസ്സിലായത് എന്റെ മുന്നിലും ബാക്കിലും സൈഡിലും ഇരിക്കുന്ന എല്ലാവരും അടന്ന് സിഗരറ്റ് വലിക്കുന്നതായിരുന്നു. ഇവിടെ എല്ലാവരും ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെ 2 മണിക്കൂർ ഇരിക്കാൻ എനിക്കറിയില്ല. 50 ഉറുപ്പ്യ കൊടുത്തെന്ന് വെച്ചിട്ട് എനിക്ക് അതിലാണ്ട് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. എന്റെ അമ്മോ, എനിക്ക് പറ്റാണ്ട് ഞാൻ പുറത്തിറങ്ങി കൈസ്. 1-2 മുന്നിലും ബാക്കിലും സൈഡിലും ഇരിക്കുന്ന ആളെല്ലാം സിഗരറ്റ് വലിക്കുന്നത്. വെറുതെ അല്ലേ ഇതുണ്ടാ അവിടെ എഴുതി വെച്ചിന് വലിക്കുക. മേ ബി ചീപ്പസ്റ്റ് മൂവി തിയേറ്റർ അല്ലേ, അപ്പൊ ഇങ്ങനെല്ലാം ഉണ്ടാവുമായിരിക്കും. എന്നാലും എനിക്ക് മതിയായി. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് തിയേറ്റർ. നമ്മളങ്ങനെ മോസ്റ്റ് ചീപ്പസ്റ്റ് മൂവി തിയേറ്ററിന് ഒരു ലെവൽ അപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധാരണ പോകുന്നത് നോർമൽ തിയേറ്റർ ഒഴിവാക്കിന്, കാരണം അവിടെ എല്ലാവരും പോകുന്നില്ലേ. ഇവിടെ 150 ഉറുപ്പ്യാണ് ഒറ്റ ടിക്കറ്റിന്റെ പ്രൈസ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ മുന്നത്തെ മൂവി തിയേറ്റർ ആയിട്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം കയ്യിൽ തിന്നാനൊന്നും ഇല്ലാന്ന് ചോദിച്ചിട്ടാണ് അയച്ച് നമ്മൾ ഉള്ളിലേക്ക് വിട്ടത് തന്നെ. ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ തുറക്കാത്തൊരു പിസ്സ ബർഗർ സാൻഡ്വിച്ച് കൂടി ഉണ്ടായിരുന്നു. പിന്നെ തുറന്നൊരു സ്നാക്സ് കൂടി ഉണ്ടായിരുന്നു. അവിടെ പപ്സും പോപ്കോണും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ പൈസ മാത്രം ലേശം ഒരു കൂടുതലാണ്. സോ പുറത്തുള്ള എല്ലാം നിങ്ങൾ കണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആടെ എന്താ ഉള്ളത് നോക്കാം. ഇതിന്റെ ഉള്ളിൽ കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്ന 2 കൺട്രീസിലെ ദിലീപിന്റെ റൂമാണ്. ഫുള്ളൊരു പർപ്പിളുമായോ. പക്ഷെ ദ സീറ്റ്സ് വേർ ടു ഗുഡ് മാൻ. നല്ല കുഷനുള്ള, നല്ല വൃത്തിയുള്ള സീറ്റ്സ്, നിലത്തെല്ലാം നല്ല കാർപ്പറ്റ് വിരിച്ചിട്ട് നല്ല ക്ലീൻ തിയേറ്റർ. നമ്മളെ മോസ്റ്റ് ചീപ്പസ്റ്റ് മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പം വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ചീപ്പസ്റ്റ് മൂവി തിയേറ്ററിലെ സീറ്റിനെ കാട്ടിയും അടിപൊളി ഈ ഒരു കുഷൻ ഇട്ട സീറ്റ് തന്നെയാണ്. ഇവിടുത്തെ കളർ തീംസ് അടിപൊളി കേട്ടാ, ഫുള്ള് വയലറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് ഗുഡ്. ചീപ്പസ്റ്റ് മൂവി തിയേറ്ററിൽ ഇന്ന് ആദ്യത്തെ സിനിമ കണ്ടോണ്ടാണെന്ന് അറിയില്ല, ദിസ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നല്ല AC-യും കുഷനുള്ള റിക്ലൈനർ സീറ്റും ഇടിലും സൗണ്ട് ക്വാളിറ്റിയും. ഓ, ഇത് ഇടില എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ 150 ഉറുപ്പ്യന്റെ മൂവി തിയേറ്ററിന് സിനിമ കണ്ടത് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. എന്റെ മോനെ പൊള്ളി വേർത്തിട്ടാണ്. ഹിഡിലും പോലത്തെ സൗണ്ട് ക്വാളിറ്റി. അത് മാത്രമല്ല ഗൈസ്, മണം ഒരു രക്ഷയില്ല. 150 ഉറുപ്പ്യക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത മൂവി തിയേറ്റർ എങ്ങനെയായിരിക്കും? ഇതെന്തായാലും കാണാൻ കിഡിലാണ്. 250 ഉറുപ്പ്യാണ് ഇവിടെ ഒരു ടിക്കറ്റിന്റെ പ്രൈസ്. പൊള്ളിയാട്ടാ, കിഡില സംഭവം. ഇത് ഇവിടെയുള്ള മൂവി തിയേറ്റർ ആണോ അല്ലെങ്കിൽ വല്ല അമേരിക്കയിലുള്ളതാണോ? ഏതുപോലെ സാധനം. ഇതിന്റെ ഉള്ളിൽ ഒരു കിടിലം ലോഞ്ചും ഡെഡിക്കേറ്റഡ് കഫേയും ഉണ്ട്. കഴിഞ്ഞ മൂവി തിയേറ്ററിൽ ഫുഡൊന്നും കഴിഞ്ഞില്ലാലോ എന്ന് അവരേച്ച് വെറുതെ ചോദിക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ എയർപോർട്ടിലുള്ള പോലത്തെ ചെക്കിംഗ് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞുള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഉള്ളിൽ കിടിലം പോലത്തെ ഒരു സ്നാക്സിന്റെ ഷോപ്പും നല്ല വൈബ് ഇന്റീരിയേഴ്സും കിടിലം ലൈറ്റ്സ് ആയിട്ട് മൊത്തത്തിൽ ഒരു ലക്ഷറി ഫീല്. 150 250 ടിക്കറ്റ് റേറ്റ് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ചേഞ്ച് ആണ്. നമുക്ക് എന്തായാലും എവിടെയാണ് പോണ്ടേ. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്കുള്ളത് റിക്ലൈനർ സീറ്റ് ഒന്നും അല്ല, ഒരു കിടക്കാ തന്നെ പറയാം. ലൈറ്റും അറ്റ്മോസ്ഫിയറും ഒന്നും നമ്മളെ കഴിഞ്ഞ തിയേറ്ററിന്റെ അത്ര ഇല്ലെങ്കിലും ദിസ് സീറ്റ് അലോൺ ഈസ് വർത്ത് ഇറ്റ്. സീറ്റെല്ലാം അടിപൊളി. നമ്മള് ഗോവയില് ബീച്ചിലെല്ലാം പോയാൽ കിടക്കുന്നുണ്ട്. ഞാനൊരു ഗോവയില് ബീച്ചിൽ പോയിട്ടില്ല, പക്ഷെ എന്നാലും പറയാണ് അതേപോലത്തെ ലെവല് സാധനം. എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയാ, ക്യാമറ തിരിച്ചാൻ കൊടുക്കുക സ്ക്രീന്.
എങ്ങനെയാ സ്ക്രീന് കാണാ? സീറ്റ് ഭയങ്കര അടിപൊളിയാ, ഒന്നും പറയാനില്ല. പക്ഷെ ഇത് സിനിമ കാണാൻ വലിയൊരു ഇതില്ല, കാരണം സ്ക്രീൻ ഇവിടെയാ. പ്രശ്നമില്ല, ആക്ടേഴ്സ് എല്ലാം നമ്മളെ മേലെ ഉണ്ടാവും, പക്ഷെ പ്രശ്നമില്ല, കണ്ടു നോക്കാം. അങ്ങനെ ഗോവയിലെ ബീച്ചിൽ കിടക്കുന്ന പോലെ കാലെല്ലാം കയറ്റി വെച്ച് കിടന്നിട്ട് നമ്മള് സിനിമ കാണാൻ തുടങ്ങി. അന്നേരമാണ് ഇതിന്റെ ശരിക്കും പ്രശ്നം മനസ്സിലാവുന്നത്. പടം തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വെച്ചാണ്, പക്ഷേ ഈ സ്ക്രീനിൽ സംഭവം ലേശ സീനാട്ടാ. ലോങ് ഷോട്ട് ഒന്നും പ്രശ്നമില്ല, പക്ഷെ ക്ലോസപ്പും അതേപോലെ ക്യാമറ മൂവ്മെന്റ് എല്ലാം വരുന്ന സമയത്ത് ചെറുങ്ങനെ തലവേദന എടുക്കുന്നു. എന്തായാലും പൈസ കൊടുത്തോയില്ലേ കാണാ ഫുള്ളായിട്ട്. പ്ലാനറ്റോറിയത്തിൽ പോയിട്ട് വീഡിയോ കാണുന്ന പോലെ ആകാശത്തേക്ക് മലന്ന് കിടന്നുകൊണ്ട് ആ ഒരു ഫുള്ള് സിനിമ നമ്മൾ കണ്ടു തീർത്ത്. സൗണ്ട് ക്വാളിറ്റിയും എക്സ്പീരിയൻസും എല്ലാം സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇവരെന്തിനാ ഇത്ര നല്ലൊരു സീറ്റ് ഈ സ്ക്രീനിന്റെ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി വെച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ബാക്കിയുള്ള എല്ലാ മൂവി തിയേറ്ററിനും ഓരോ സിനിമ വീതം കണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി തിയേറ്ററിലേക്ക് പോവാം. ഫൈനലി നമ്മൾ അങ്ങനെ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. 700 രൂപയാണ് ഇവിടെ ഒറ്റ സിംഗിൾ ടിക്കറ്റിന്റെ പ്രൈസ്. ലെറ്റ്സ് സീ വാട്ട് ദേ ഹാവ്. ഓ മൈ ഗോഡ്, എന്റെ മോനെ ഇവിടെ കേറിയപ്പോ തന്നെ എന്റെ കിളി പോയി. ലിറ്ററലി ദിസ് വാസ് ലൈക്ക് എ റിസപ്ഷൻ ഓഫ് എ 5-star ഹോട്ടൽ. മേലത്തെ ലൈറ്റ് എല്ലാം കണ്ട എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. കഴിഞ്ഞ മൂവി തിയേറ്റർ ആയിരുന്നു ലക്ഷറി ഞാൻ വിചാരിച്ച, പക്ഷെ ഇത് അതിന്റെ അപ്പുറമാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് റെസ്റ്റോറന്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫാസ്റ്റ് ഫുഡ് ഇവരുണ്ടാക്കി തരും. ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ബാത്റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. 5-star ഹോട്ടലാന്ന് വെറുതെ പറഞ്ഞല്ല, കണ്ട ഇവിടുത്തെ പൈപ്പ് വരെ സ്വർണ്ണമല്ല എന്നാലും ഗോൾഡ് പൈപ്പാണ്. ഇവിടുത്തെ മോയ്സ്ചറൈസർ, സോപ്പ്, എന്തെല്ലാം ഉള്ളത് പറഞ്ഞ് 5-star ഹോട്ടൽ പോലെ തന്നെ കൂടുതൽ. എന്തായാലും ലക്ഷറി ലൈഫ്. ഇതാരാണിത്? ഇവ മറ്റോ നീ ടോം ക്രൂസ് അല്ലേ ഇത്? എന്നാലും വെറുതെ 700 രൂപ എടുത്ത് വന്നില്ല, ഒന്ന് മോയം കൈ കളയാ. മുടുക്കനായി. ലോഞ്ച് ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് തിയേറ്ററിനുള്ളിലേക്ക് കയറാം. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി. 10-30 ആൾക്കാർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് സീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സീറ്റ്സ് വേറെ തന്നെ ലെവലായിരുന്നു. ഇറ്റ് ഹാസ് സോ മെനി ഫീച്ചേഴ്സ്. പക്ഷെ അതിനെക്കാട്ടിയും ഇതിലിരിക്കുമ്പോൾ കംഫർട്ട്, ഓ മൈ ഗോഡ്, ഏതാ ഫീല്. വീട്ടിലുള്ള സോഫ കടന്നുറങ്ങി പോകുന്നത്, പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കസാല കണ്ട ഇഷ്ടംപോലെ സ്വിച്ച് ഉണ്ട്. കിടന്നുകൊണ്ട് സിനിമ പൈസക്കാരിൽ ഇങ്ങനെയാണ് കൈ സിനിമ. എങ്ങനെയുണ്ട് PVR ലെക്സ്? 700 രൂപ ആണെങ്കിലും പൈസ കൊടുത്തേനുണ്ട്, അത്രക്കും അടിപൊളിയാ, ഫുൾ കംഫർട്ടബിൾ അല്ലേ. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ AC-യിലെ തിയേറ്ററിലെല്ലാം പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തണുത്ത് പറക്കും. ഇവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇവര് തന്നെ ഒരു പുതപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും പുതച്ച് AC-യിൽ കിടന്നുകൊണ്ട് സിനിമ കാണാൻ എന്ത് സുഖാന്നറിയാം. ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല. ഇന്റർവെൽ ആവുന്ന സമയത്ത് നമ്മളെടുത്ത് അവർ വന്നിട്ട് ചോദിക്കും എന്താണ് കഴിക്കാൻ വേണ്ടി വേണ്ടതെന്ന്. അടുത്ത മെനു എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു തിയേറ്ററൊന്നും കഴിച്ചിട്ടില്ല. ഞാനത് ഈ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് തിയേറ്ററിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. സോ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞ് അതും തിന്നുകൊണ്ട് സിനിമ മൊത്തത്തിൽ കണ്ട് നമ്മളങ്ങനെ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി തിയേറ്ററും ട്രൈ ചെയ്ത്. ഐ ലവ്ഡ് ഇറ്റ് സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങളെടുത്ത് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപ മൂവി തിയേറ്റർ ചൂസ് ചെയ്യോ, ഇല്ലെങ്കിൽ ഈ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ചൂസ് ചെയ്യോ? Let me know in the comments.